ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മാറിയ പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ്. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്റ്റഡി നോട്ട്സ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഉത്തരങ്ങൾ, ടെസ്റ്റ് പേപ്പർ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്, 9ാം ക്ലാസ്സിൻ്റെ ആണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യൂണിറ്റ് 1 അവേഴ്സ് ആൻഡ് ഇയേഴ്സിലെ ആദ്യ ചാപ്റ്റർ ഹാഫ് എ ഡേ. ഹാഫ് എ ഡേ എന്നുള്ള ചാപ്റ്ററിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ്. ആക്ടിവിറ്റി ഫുള്ളായിട്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ ചെയ്തതിൻ്റെ ബാക്കിയുള്ളതെല്ലാം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത 2 ക്ലാസ്സിൻ്റെയും ലിങ്കുകൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടോളൂ. നമുക്ക് ഹാഫ് എ ഡേ നോക്കാം. ആക്ടിവിറ്റീസ് ഫുൾ ആൻസേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ദ സ്റ്റോറി ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി അൺഫോൾഡ്സ് 3 ഫേസസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ 3 ഫേസസിനെയാണ് ഹാഫ് എ ഡേയിൽ കാണിക്കുന്നത്. ദ ഏജ് ഓഫ് ഇന്നസെൻസ്, ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, ആൻഡ് ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്. ഓക്കെ, ആസ് ടൈം പ്രോഗ്രസസ് ദ സറൗണ്ടിങ്സ് ചേഞ്ച്. സമയം കടന്നു പോകും തോറും ഇവിടെ നമുക്ക് 3 സ്റ്റേജസ് ആണ്. ഒരു ചൈൽഡ്ഹുഡ്, പിന്നെ വളരുന്നൊരു സ്റ്റേജ്, പിന്നെ ഒരു വയസ്സാവുന്നൊരു സ്റ്റേജ് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ടൈം മാറുന്നതിനനുസരിച്ചിട്ട്, കാലം കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകൾ മാറുന്നു. ദ എക്സ്പീരിയൻസസ് വി ഗ്യാദർ ഷേപ്പ് അവർ ആറ്റിറ്റ്യൂഡ്സ്. നൗ റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഐഡൻറ്റിഫൈങ് ദ വേർഡ്സ്, ഫ്രേസസ്, എക്സ്പ്രഷൻസ് ദാറ്റ് ഡിനോട്ട് ദ ചേഞ്ചസ് ഇൻ ദ സെറ്റിംഗ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോക്സ് കംപ്ലീറ്റ് ആക്കുകയാണ്. ആദ്യത്തെ ഏജ് ഓഫ് ഇന്നസെൻസിൽ സെറ്റിങ്സ് വരുന്നത് ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്, സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻ. അടുത്തത് എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് വിത്ത് ക്രോപ്സ് ആൻഡ് ഫ്രൂട്ട് ട്രീസ്, റൂറൽ അറ്റ്മോസ്ഫിയർ. ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്, 2 നമ്മൾ എഴുതുകയാണ്. ഡസ് നോട്ട് വാണ്ട് ടു ലീവ് ദ കംഫർട്ട് ഓഫ് ഹോം, ഫീൽസ് അൺഹാപ്പി ആസ് തിങ്സ് ആർ ഡൺ ഫോഴ്സ്ഫുള്ളി. 2 സെൻറ്റൻസ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ വരാത്തതുകൊണ്ട് സ്മോൾ ലെറ്ററിൽ ചെയ്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ടത് 2 ആണ്. ഇതൊരെണ്ണം, ദെൻ ഇതൊരെണ്ണം, അതേപോലെ ഇത് 2 ആണ്. അടുത്തത് സെറ്റിംഗ് റിച്ച് വെറൈറ്റി ഗെയിംസ് അവർ തന്നിട്ടുണ്ട്. ലേണിംഗ് ന്യൂ തിങ്സ് വിത്ത് ലൈക്ക് ലാംഗ്വേജ് ആൻഡ് നമ്പേഴ്സ്, ഇത് ഒരെണ്ണമാണ് കേട്ടോ. അടുത്തത് ആറ്റിറ്റ്യൂഡിൽ ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്, ഫോൾസ് ഇൻ ലവ് വിത്ത് ഗേൾസ്, എൻജോയ് ഗുഡ് ഫുഡ്, പ്ലേയിങ് ആൻഡ് ലേണിംഗ്. അടുത്ത് നോക്കി, ഏജ് ഓഫ് ഡിപ്പെൻഡൻസിൽ സെറ്റിംഗ് വരുന്നത് ഹൈ ബിൽഡിങ്സ്, ഹോർഡ്സ് ഓഫ് പീപ്പിൾ, ഹെവി ട്രാഫിക്. ആറ്റിറ്റ്യൂഡിൽ സ്റ്റാർട്ടിൽഡ് ആൻഡ് കൺഫ്യൂസ്ഡ് ബിക്കംസ് ഡിപ്പെൻഡൻറ്റ്. കണ്ടല്ലോ. അപ്പോൾ ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വരുന്നത് നമുക്ക് നൗ യൂസിങ് ദീസ് വേർഡ്സ്, ഫ്രേസസ്, എക്സ്പ്രഷൻസ് യു മേ നറേറ്റ് ടു ദ ക്ലാസ് ദ ചേഞ്ചസ് ഇൻ ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ആൻഡ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ നറേറ്റർ. അപ്പം നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ എല്ലാം ആൻസർ എഴുതുന്ന പോലെ ആ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു പാരഗ്രാഫ് ആക്കിയാൽ മതി. അപ്പം നമുക്ക് ആദ്യം ഇത് തന്നെ വായിക്കാം. ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ ബൈ ദ ഈജിപ്ഷ്യൻ റൈറ്റർ നഗൂബ് മെഹ്ഫൂസ് വി നോട്ടീസ് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ എ ലൈഫ് ടൈം. In our age of innocence, we see our street lined with gardens. There are extensive fields with crops and fruit. Street lined with gardens. There are extensive fields with crops and fruits, trees on both sides of the street. We can see clean air with no pollution. When we were children, tend to consider school as a punishment. We do not want to leave our homes. We feel unhappy. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത് ഞാൻ വളരെ ചെറുതായി തന്നതാ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആൻസർ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ജോയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിട്ടല്ലെങ്കിൽ ഇതുപോലെ ഒരു പാരഗ്രാഫ് എഴുതിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും, അത് മതിയാവും. ആക്ടിവിറ്റി 2 വരുന്നത് സ്റ്റേറ്റ്മെൻറ്റും റീസണുമാണ്. ദ ബോയ് വാസ് റിലക്റ്റൻറ്റ് ടു ഗോ ടു സ്കൂൾ ആണ്. അതിൻ്റെ റീസൺ ഹി വാസ് അഫ്രൈഡ് ദാറ്റ് ഹി വുഡ് ബി പണിഷ്ഡ് അറ്റ് സ്കൂൾ. Father wanted to go to school ആണ്. Reason, school is a factory that makes useful people out of children. അടുത്തത് school brought him contentment. അതിൻ്റെ റീസൺ, there he found rich variety. There were different games, swings, the vaulting horse and ball games. In the music room the children could sing songs, they learned language, they saw the globe, they learned the numbers, they ate tasty food, took little nap and made friends, they played and learned there. School was not as sweet as he thought. He encounters different challenges and difficulties at school. Dusty winds and unexpected accidents happen suddenly. Enmities develop and they bring pain, hatred and fighting. The headmistress of the school often smiles, but she sometimes scolds and even beats the students.
അടുത്തത് ആക്ടിവിറ്റി 3 ഒരു മെമ്മറി ലെയിൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഓരോ ഹെഡിങ്ങും എടുത്തിട്ട് അതിൻ്റെ എഴുതി കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നോക്കൂ, ഇവിടെ ലീവിങ് ഹോം, അതുപോലെ ആൻ എൽഡർലി മാൻ ക്രോസിംഗ് ദ റോഡ്, റിയലൈസേഷൻ, വാക്കിംഗ് ടു സ്കൂൾ, അറ്റ് ദ സ്കൂൾ ഗേറ്റ്, ഇൻസൈഡ് ദ ക്യാമ്പസ്, ദ വിമൻസ് ഇൻസ്ട്രക്ഷൻ, മേക്കിംഗ് ഫ്രണ്ട്സ്. ഇത്രയുമാണ് ഹെഡിങ്ങുകൾ. ഈ ഹെഡിങ് കൊടുത്തിട്ടാണ് നമ്മൾ ആൻസേഴ്സ് തരുന്നത്. അപ്പോൾ ആൻസേഴ്സ് നോക്കാം. ആദ്യം ലീവിങ് ഹോം ആണ്. ഐ വാക്ക്ഡ് വിത്ത് മൈ ഫാദർ വിയറിംഗ് ന്യൂ ക്ലോത്ത്സ്. ഐ വാസ് ഹാപ്പി ബട്ട് ഹാഡ് ഫിയേഴ്സ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. Walking to school, we walked along the street lined with gardens. There were extensive fields with crops and fruit trees on both sides of the street. At the school gate, when we came to the gate of the school, we saw the courtyard. It was full of boys and girls. My father asked me to go in and join them. He wanted me to smile and be a good example to others. I did not want to leave his hand, so he gently pushed me away. He asked me to be bold. He said my life would start that day and he would wait for me when it was time to go home. Inside the campus, at first I knew nobody, but soon I had many friends. We were surprised at the variety in the campus. There were different games, swings, the vaulting horse, and board games. In the music room, we sang songs, we learned language, we saw the globe, we learned the numbers, we ate tasty food, took a little nap, and made friendship. We played and learned. നമ്മളിതിൻ്റെ മീനിങ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ചാപ്റ്റർ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. അതേ സംഭവങ്ങളാണ് നമ്മളിവിടെ എടുത്ത് എഴുതുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിലേക്ക് പറയാത്തത്. മലയാളം മീനിങ് കൂടി പറയുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ, നമ്മളെല്ലാത്തിനും റിപ്ലൈ തരാം. The women's instruction. The woman whom we met first was the headmistress of the school. She told that this was our new home. There were mothers and fathers there. There was everything there to enjoy and useful to get knowledge and life. So we should dry our tears and look happy. Making friends. School had variety of entertainments. I made friends with boys and fell in love with girls. Realization. Soon I realized that my misunderstandings about the school were baseless. Soon we learned that everything was not so joyful. Dusty winds and unexpected accidents would happen suddenly. Enmity brought pain, hatred, and fighting. The headmistress often smiled, but she would often scold and even begged us. An elderly man crossing the road. Time moves on. The boy going to school holding his father's hand has now become an elderly man. The street has changed. There are no gardens and fields with crops and fruit trees. There are tall buildings and crowds of people and vehicles. He has to cross the street, but the heavy traffic prevents him from doing that. As he stands puzzled, a young lad comes and calls him grandpa and offers him help to cross the street. As a child, he needed help to go to school, and now as an elderly man, he still wants help from others to cross the street. ഇനി നമുക്ക് ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റിലെ ആക്ടിവിറ്റീസ് ആണ്. സംഭവം ആക്ടിവിറ്റീസ് കഴിഞ്ഞു. ഇനി ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റിലെ ആക്ടിവിറ്റീസിൽ ആക്ടിവിറ്റി 1 ആണ്. നമുക്കിവിടെ ഫിസിക്കൽ അപ്പിയറൻസ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, റോൾ ഇൻ ദ സ്റ്റോറി ഫില്ല് ചെയ്യണം. ക്യാരക്ടർ മാപ്പാണ്. ഫിസിക്കൽ അപ്പിയറൻസ് നോക്കൂ. ദ നറേറ്റർ ഈസ് എ യങ് ഈജിപ്ഷ്യൻ ബോയ് ജസ്റ്റ് ബിഗിൻ അറ്റൻഡിങ് സ്കൂൾ. He wore new clothes, black shoes, green school uniform and a red cap. He was holding his father's right hand and he had to run to keep pace with his father. Personality traits. Initially, he is reluctant to go to school, but he soon begins to like school. He soon makes friends with some boys and starts loving some girls he is fun loving. Role in the story. He is the hero in the story. The story tells us how time changes and a small boy walking to school becomes an elderly man finding it difficult to cross a busy street. He sees a complete change in his place from a clean, pleasant rural setting to a polluted urban setting. അടുത്തത് അനലൈസിസ് ഓഫ് എക്സ്പ്രഷൻ റീമാർക്സ് ബൈ ദ ഓതർ അതർ ക്യാരക്ടേഴ്സ് ആണ്. മൊത്തത്തിൽ നമ്മളിതിൽ എഴുതണം. അപ്പോൾ ഇതെല്ലാം നോക്കിക്കോളൂ. ഇതിൽ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഒരു കാര്യം നോക്കാൻ വേണ്ടി ബാക്കിലോട്ട് പോയതാണ്. ഓക്കെ, ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Nagu Mahfouz is a good storyteller and he has drawn a good picture of the changes in a person's life from childhood to old age.
The author says that when we are small, we need help from others, and even when we are old, we need help from others. Okay. Life is a journey between two childhoods. One when you are a real child, and the second is your old age. Second childhood എന്ന് പറയുന്നത് നമ്മുടെ വയസ്സാം കാലമാണ്. The character of the father of the boy is impressive. He says that school is a factory where children are made into useful people and where they grow up learning various things. Another impressive character is the headmistress who tells the students that the school is their new home where they will have mothers and fathers. She is often smiling, but she can scold and beat the children when needed. Okay, realization. The young boy realizes that school is not as bad as he thought. He made many misunderstandings about the school, but soon he finds it is an enjoyable place where the students learn, play, eat well and make friends. He also realizes that today's child is tomorrow's old man, and man needs help even as a child and also as an old man. He also realizes the vast changes that take place in his locality. There is industrialization and urbanization. The rural atmosphere changes, and we see all kinds of rubbish heaps on the sides of the streets. ഇനി നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ നറേറ്റർ ആണ് ചെയ്യേണ്ടത്. ഇതിൽ കുറേ ചെയ്യാനുണ്ട്. നമുക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ക്യാരക്ടർ ട്രെയ്റ്റ്സ് കൊടുക്കണം, അതേപോലെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, മൈ ഒപ്പീനിയൻ, കൺക്ലൂഷൻ. അപ്പോൾ ഇത് നോക്കാം, നമുക്ക് ഓരോരോ ഹെഡിങ് ആയി നോക്കാം. ആദ്യം ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആരുടെ സ്റ്റോറിയാണ്? നഗു മഫൂ സ്റ്റോറി, ഹാഫ് എ ഡേ പോർട്രേറ്റ്സ് സ്റ്റോറി ഓഫ് എ യങ് ഈജിപ്ഷ്യൻ ബോയ് ജസ്റ്റ് ഓൾഡ് ഇനഫ് ടു ബിഗിൻ അറ്റൻഡിങ് സ്കൂൾ. He is reluctant to leave his parents and is initially timid and shy while interacting with his classmates and teachers. ആദ്യം സ്കൂളിൽ പോകാനൊരു മടി ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. But once in the school he becomes smart. He soon picks up friends and even start loving some girls. He plays various games. He sings in the music room. He soon learns language, numbers and also geography. പിന്നീട് എല്ലാവരുമായിട്ട് മിങ്കിളായി ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി, നമ്പേഴ്സ്, ജോഗ്രഫി എല്ലാം പഠിക്കാൻ തുടങ്ങി. He sees the globe and he can see the continents and countries marked there. He passes his time happily in the school, learning, playing, eating delicious food and having little naps. ക്യാരക്ടർ ട്രെയ്റ്റ്സ് ആണ് കേട്ടോ അടുത്തത്. അത് ഇതിൽ തന്നെ വന്നു, ഞാൻ വേറെ എടുത്ത് കാണിച്ചു തരാം. ഇത് അടുത്ത ക്യാരക്ടർ ട്രെയ്റ്റ്സ് ആണ്. He does not like the headmistress very much. Although she often smiles, she can scold and even beat the students when necessary. He also finds that the atmosphere at school is not always joyous. Dusty winds and unexpected accidents would happen suddenly. Enmity brought pain, hatred and fighting. Character development ആണ്. When the bell rings for students to go home, he bids goodbye to his friend and goes to the gate. He had expected his father to be there, but his father is not seen anywhere. He takes a few steps to go home. Soon he meets a middle-aged man who greets him. They knew each other before. They talk for some time and the man leaves after shaking the hands of the narrator. The narrator then tries to go forward, but he is puzzled at the changes that he notices. When he had come to the school holding his father's right hand, the street was lined with gardens. There were extensive fields with crops and fruit trees on both sides of the street. There was rural atmosphere there with clean air and no pollution. But now things looked different. No gardens, no fields and trees. There were tall buildings everywhere and the street is filled with crowds and vehicles. Here and there he notices rubbish heaps on the sides of the street. He knows that he has to cross Abukoda street to reach home. He stands on one side of the street to get across, but he can't cross as the traffic is so heavy. As he stands puzzled, as a young lad employed in an ironing shop on the corner comes to him and tells him, "Grandpa, let me take you across." My opinion, from a boy going to school for the first time, the man has become an elderly figure in his second childhood. നമ്മൾ കാണുമ്പോൾ ഇതിൽ തുടക്കം ആ സ്കൂളിലേക്ക് പോകുന്ന ചെറിയ കുട്ടിയാണ്, പക്ഷേ ഈ കഥ അവസാനിക്കുമ്പോൾ അയാളൊരു വയസ്സാനായി മാറിക്കഴിഞ്ഞു അല്ലേ. അതാണ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ആസ് എ ചൈൽഡ് ഹി നീഡഡ് ഹെൽപ്പ്. ഒരു കുട്ടിയായിരുന്നപ്പോഴും അവർക്ക് ഹെൽപ്പ് ആവശ്യമായിരുന്നു. ആൻഡ് നൗ ഇപ്പോൾ ഒരു എൽഡർലി മാൻ ആയി
ഹി നീഡ്സ് ഹെൽപ്പ്. വയസ്സായാലും ഹെൽപ്പ് വേണം. പീപ്പിൾ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഓൾവേസ്. മനുഷ്യൻ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ദേ നീഡ് സപ്പോർട്ട് ത്രൂ ഔട്ട് ദെയർ ലൈഫ്സ്. നമ്മുടെ ജീവിതകാലത്തിലുടനീളം നമുക്ക് സഹായം വേണം, സഹായങ്ങൾ ആവശ്യമായി വരും. എസ്പെഷ്യലി വെൻ ദേ ആർ വെരി യങ് ആൻഡ് വെൻ ദേ ആർ വെരി ഓൾഡ്. നല്ല ചെറിയ പ്രായത്തിലും ഒരുപാട് വയസ്സായാലും മനുഷ്യൻ ഉറപ്പായിട്ടും സപ്പോർട്ടും സഹായവും ആവശ്യമാണ്. ഇനി ഇതിലൊരു കൺക്ലൂഷൻ എന്താ? ദ അൺനെയിംഡ് നറേറ്റർ റെപ്രസെൻറ്റ്സ് ഓൾ ഓഫ് us who are born into this world and who have to go away from here one day and the changes we witness during our lifetime. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ജനനം മുതൽ നമ്മൾ മരണം വരെ ഒരു ദിവസം നമ്മളെല്ലാവരും ഇവിടുന്ന് പോകേണ്ടവരാണല്ലേ. ആരും ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നവരില്ല. നമ്മൾ ജനിക്കുന്നു, ദെൻ നമ്മളൊരു ദിവസം ഇവിടുന്ന് എല്ലാവരും പോകും. നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ വിറ്റ്നസ് ചെയ്യണ ആ ഒരു ചേഞ്ചസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ ദ നറേറ്റർ റീകോൾസ് ദ മെമ്മറീസ് ഓഫ് ഹിസ് വെരി ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ആദ്യത്തെ സ്കൂൾ ഡേ ആണ് ഇവിടെ നറേറ്റ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങളുടെ ഫസ്റ്റ് ഡേ, നിങ്ങളിപ്പോൾ ഇത് 9th ആണ്, അപ്പോൾ നിങ്ങൾ LKG-യിലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഇവിടെ നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എഴുതണം. നറേറ്റ് യുവർ എക്സ്പീരിയൻസസ് ടു ദ ക്ലാസ് ആണ്. നിങ്ങൾ ക്ലാസ്സിൽ അത് നറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നില്ല. അടുത്തത് നോക്കൂ. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. നിങ്ങളുടെ കണ്ണീര് തുടച്ച് ജീവിതത്തെ ചിരിച്ചുകൊണ്ട് നേരിടൂ. ഒരു സ്ത്രീ പറയണൂല്ലോ അവിടെ, ആ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. സെഡ് ദ വിമൺ. ദീസ് വേർഡ്സ് കംഫർട്ടഡ് ദ നറേറ്റർ. ഇത് നറേറ്ററിനെ വല്ലാതെ ആശ്വസിപ്പിച്ചു, വല്ലാതെ കംഫർട്ടായി അവൻ. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ വിമൺ. അപ്പോൾ ആ ബോയും വിമണും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കാം എന്നുള്ളതാണ്. വിമൺ. വൈ ആർ യു ക്രൈയിങ് ഡിയർ. എന്തിനാണ് കരയുന്നത്? ബോയ്. ഐ വാണ്ട് ടു സീ മൈ മദർ. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. വിമൺ. ഐ എം യുവർ ന്യൂ മദർ. യു ക്യാൻ ടെൽ മീ വാട്ട് യു വാണ്ട്. ഞാനാണ് നിൻ്റെ പുതിയ അമ്മ ഇവിടുത്തെ. നിനക്ക് എന്ത് വേണമെങ്കിൽ എന്നോട് പറയാം. ബോയ്. സം പീപ്പിൾ ടോൾഡ് മീ ദാറ്റ് ദ ടീച്ചേഴ്സ് ഹിയർ വിൽ സ്കോൾഡ് ആൻഡ് ബീറ്റ് സ്റ്റുഡൻസ്. ചില ആളുകൾ എന്നോട് പറഞ്ഞു ഇവിടുത്തെ ടീച്ചേഴ്സ് കുട്ടികളെ ചീത്ത പറയും, തല്ലുമെന്ന്. അപ്പോൾ വിമൺ. ഹൂ ടോൾഡ് യു ദാറ്റ്. ആരാണ് പറഞ്ഞത്? ദേ വർ ലൈയിങ്. അവർ നുണ പറയുകയാണ്. സ്കൂൾ ഇസ് എ പ്ലേസ് ഫോർ എൻജോയിങ്. സ്കൂള് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ്. ലുക്ക് അറ്റ് ദ വേരിയസ് ഗെയിംസ് വി ഹാവ്. നീ നോക്കൂ ഇവിടെ നമുക്ക് എന്തൊക്കെ ഗെയിംസ് ആണുള്ളത്. സീ ദ സ്വിങ്, സീ ദ വോൾട്ടിംഗ് ഹോഴ്സ്. യു ക്യാൻ പ്ലേ വിത്ത് ദം. നിനക്ക് അതെല്ലാം വെച്ച് കളിക്കാം. യു ക്യാൻ ഓൾസോ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. നിനക്കിവിടെ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. ബോയ്. ഐ ഫീൽ ബെറ്റർ ആഫ്റ്റർ ഹിയറിംഗ് യുവർ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകൾ കേട്ടതിന് ശേഷം എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. വിമൺ. ഹിയർ യു വിൽ ലേൺ ദ ലാംഗ്വേജ് ആൻഡ് നമ്പേഴ്സ്. യു ഹാവ് സോ മെനി പ്ലേ തിങ്സ് അറൌണ്ട്. വിത്ത് യുവർ ഫ്രണ്ട്സ് യു ക്യാൻ ഡു മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ്. സ്ലോലി യു വിൽ ലേൺ ന്യൂ തിങ്സ്. ആസ് യു ഗ്രോ അപ്പ് യു ഷുഡ് ലേൺ മെനി ന്യൂ തിങ്സ്. വി വിൽ ടീച്ച് യു ന്യൂ തിങ്സ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ഗ്രോ അപ്പ് ആൻഡ് ബിക്കം എ യൂസ്ഫുൾ പേഴ്സൺ. സോ ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. ഐ വിൽ ഹെൽപ്പ് യു ഇൻ ഓൾ പോസിബിൾ വേസ്. നീ ഇവിടെ പഠിക്കുക, കളിക്കുക, എല്ലാം ചെയ്യുക. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. അപ്പോൾ ബോയ്. താങ്ക് യു ടീച്ചർ. ഓക്കെ, ഇത്രയാണ് കോൺവെർസേഷൻ. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാം കേട്ടോ. നമ്മൾ ഒരു ചെറിയ കോൺവെർസേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, ഒന്നും വിട്ടിട്ടില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഭാഗം മാത്രമേ നമ്മളിൽ ചെയ്യാതിരുന്നിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത യൂണിറ്റ് ആയിരിക്കും പോവുക. അടുത്ത ചാപ്റ്റർ യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.